ഹായ്, എന്താണ് ഈ SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം? നമുക്കിതിനെപ്പറ്റി നിരവധി ഡൗട്ടുകളും കാര്യങ്ങളുമാണല്ലേ. നവംബർ 4 മുതൽ നമ്മുടെ കേരളത്തിൽ SIR നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. നവംബർ 4 മുതൽ ഓരോ വോട്ടർമാരുടെ അടുത്തും BLOമാർ അഥവാ ബൂത്ത് ലെവൽ ഓഫീസർമാർ നേരിട്ടെത്തും. ഇവരൊരു എന്യൂമറേഷൻ ഫോം നമുക്ക് നൽകും. അത് വളരെ കൃത്യമായും വ്യക്തമായും പൂരിപ്പിച്ച് ഫോട്ടോ പതിച്ച് അടുത്ത തവണ BLOമാർ വീട്ടിലെത്തുമ്പോൾ തിരിച്ചു നൽകിയാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വിദേശത്തുള്ളവർ അവരുടെയൊക്കെ ഫോം നമുക്ക് തന്നെ വാങ്ങി ഫിൽ ചെയ്ത് സൈൻ ചെയ്ത് നൽകാവുന്നതാണ്. ഇനി ഈ SIR എന്താണ്? ഇതൊരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയല്ല. അതുമായി ഇതിന് യാതൊരുവിധ ബന്ധങ്ങളുമില്ല. പഞ്ചായത്തുമായി ഇതിന് യാതൊരുവിധ ബന്ധങ്ങളുമില്ല. നമ്മുടെ നിയമസഭ, ലോകസഭ ഇലക്ഷൻ്റെ പട്ടികയാണ് ഈ പുതുക്കുന്നത്. ഇതുകൂടാതെ തന്നെ നമ്മളൊരു ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാനുള്ള ഒരു രേഖ കൂടിയായി ഇത് കണക്കാക്കപ്പെടുന്നുണ്ട്. ആയതിനാൽ 18 വയസ്സ് പൂർത്തിയായ എല്ലാവരും ഇതിൽ ഉൾപ്പെട്ടുവെന്ന് തീർച്ചയായും ഉറപ്പാക്കേണ്ടതാണ്. ഈ നവംബർ 4 തീയതി മുതൽ തന്നെ BLOമാർ നമ്മുടെ വീടുകളിൽ വന്ന് 2025 വോട്ടർ പട്ടികയിലുള്ളവർക്ക് അവരുടെ പേര് പ്രിൻ്റ് ചെയ്ത ഫോം നൽകുന്നതായിരിക്കും. അത് നമ്മൾ പൂരിപ്പിച്ച് ഒപ്പിട്ട് നൽകണം. നാട്ടിലില്ലാത്തവർക്ക് പിതാവോ മാതാവോ മക്കളോ ഫോം ഒപ്പിട്ട് നൽകാവുന്നതാണ്. ഇനി ഈ ഫോം പൂരിപ്പിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാമാണ് ആവശ്യമായി വരുന്നതെന്ന് നോക്കാം. നിങ്ങൾ 40 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ 2002 വോട്ടർ പട്ടികയിലെ നിങ്ങളുടെ പേര് ഉണ്ടായിരുന്ന നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പറും ബൂത്ത് നമ്പറും സീരിയൽ നമ്പറും ആവശ്യമാണ്. കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത് വെച്ചേക്കണം. ഡൗൺലോഡ് ചെയ്യുകയോ എഴുതി വെച്ചേക്കുകയോ ഒക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ 40 വയസ്സിന് താഴെ 21 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ പേര് 2002 വോട്ടർ പട്ടികയിൽ നിന്ന് കണ്ടെത്തി നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പറും ബൂത്ത് നമ്പറും ക്രമ നമ്പറും കുറിച്ച് വയ്ക്കുക. എന്നാൽ വയസ്സ് 21 താഴെയാണെങ്കിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും പേര് 2002 വോട്ടർ പട്ടികയിൽ നിന്നും കണ്ടുവയ്ക്കുക. നിങ്ങളുടെയോ മാതാപിതാക്കളുടെ പേര് 2002 വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് തുടങ്ങി കമ്മീഷൻ പറഞ്ഞിട്ടുള്ള 12 രേഖകളിൽ ഒന്നിൻ്റെ കോപ്പിയും പൂരിപ്പിച്ച് ഒപ്പിട്ട ഫോമും BLOമാർ നെക്സ്റ്റ് പ്രാവശ്യം വരുമ്പോൾ തിരികെ നൽകേണ്ടതാണ്. അതുപോലെ തന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഇതൊരു പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടിയുള്ള രേഖയല്ല. ഇത് ഒരു പൗരത്വ രേഖയായി കണക്കാക്കപ്പെടുന്നതാണ്. ആയതിനാൽ നാം ഏവരും അതിൽ ഉൾപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയാണ് ഫോം വിതരണവും തിരികെ വാങ്ങലും ഒക്കെ നടക്കുന്നത്. എല്ലാവർക്കും BLOമാർ 2 ഫോം നൽകും. ഒന്ന് പൂരിപ്പിച്ച് നൽകണം, മറ്റൊന്ന് നാം പൂരിപ്പിച്ച് വീട്ടിൽ സൂക്ഷിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. Please subscribe my channel.